ഒക്ടോബർ മാസം 29-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം എനിക്ക് വ്യക്തിപരമായി നൽകുന്ന പഠനത്തിൽ നിന്ന് ദൈവീകാര്യം മനസ്സിലാക്കാനുള്ള കഴിവും അത് പഠിപ്പിക്കാനുള്ള പ്രാഗൽഭ്യവും കർത്താവ് ദൈനംദിനം നൽകുന്ന ഒരാഴ്ചയിൽ നൽകുന്ന കൃപയ്ക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. അത് പലരിലേക്കും അനുഗ്രഹമായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. നാം വായിച്ച ദൈവവചനം, അതിൻ്റെ ചരിത്ര വസ്തുതകൾ, ചരിത്ര സത്യങ്ങൾ, ആത്മീയ വിഷയങ്ങൾ, അതിൻ്റെ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്രം, രക്ഷാ വിജ്ഞാനീയം, ഇവയെല്ലാം പരമപ്രധാനമായ വിഷയങ്ങളാണ്. ഇന്ന് പൊതുവെ നാം കാണുന്നത് ദൈവിക കാര്യങ്ങൾക്ക് വെറും ചടങ്ങുകൾ മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ നാം അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവീക കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർ മാത്രം, സമ്പ്രദായങ്ങളിൽ നാം ഏർപ്പെടുന്ന ആൾക്കാർ മാത്രമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയം അത് ദൈവസത്യത്തിൻ്റെ ദൈവിക സത്യത്താൽ മാനസാന്തരപ്പെട്ടതോ വ്യത്യാസപ്പെട്ടതോ അല്ല. വെറും വായ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളെ കൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ തുടരുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചില പ്രത്യേക ദൈവിക സത്യങ്ങൾ ഈ ദിവസം ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക സത്യ നിത്യ ദൈവമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ, പുത്രൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അതിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവാണ് അടിയങ്ങളെ സഹായിക്കണമേ. ദൈവം സത്യമാണ്, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്, ദൈവം ന്യായാധിപൻ കൂടിയാണ്. ധാരാളം ന്യായവിധികൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കുമ്പോൾ ഈ സത്യദൈവത്തിലേക്ക് തിരിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ന്യായവിധിയിൽ അകപ്പെട്ട നിത്യനരകം പലരെയും കാത്തിരിക്കുന്നുണ്ട്. അത് നമ്മളാരും, എന്നെ കേൾക്കുന്ന ആരും അതിൽ ഉൾപ്പെടരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കണമേ. ദൈവം വലിയവനാണ്, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ത്രിത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ ചെയ്യുന്ന നന്മകൾ. സാധാരണ തിയോളജി നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് പ്രൊവിഷനിസം എന്നാണ് പറയുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് കരുണ കാണിക്കുകയും ദൈവം നമുക്ക് വേണ്ടി തന്നെ പുത്രനെ അയക്കുകയും
അങ്ങനെ പുത്രനിൽ വലിയ സൗഭാഗ്യങ്ങൾ, നിത്യരക്ഷ, പാപക്ഷമ, നിത്യജീവൻ, അതുപോലെ തന്നെ നിത്യമായ ദൈവത്തോട് വസിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൽ പിതാവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ വായിക്കാൻ പോകുന്നു. 1 തിമോത്തിയോസിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. പലപ്പോഴും പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ മിക്കവാറും തെയോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ പരിഭാഷയായിട്ട് ദൈവം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് പല ഭാഗങ്ങളിലും അത് പിതാവായ ദൈവത്തെ കുറിക്കുന്നതാണ്. ഇവിടെ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൽ, കരുതലിൽ, കൃപയിൽ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരമാണ്, അത് നമ്മുടെ രക്ഷിതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ എന്നൊരു പിതാവായ ദൈവം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതിൻ്റെ 5-ാം വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. നമുക്കറിയാം, മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിച്ചു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. ഈ ഭാഗത്ത് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സ് അറിയാം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളറിയാം, നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതുമാത്രമല്ല, ഈ പിതാവ് ഈ പുത്രൻ നമുക്ക് എന്തുവേണ്ടി ചെയ്തു എന്നുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേദവസ്വം പറയുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ശോഭയുടെ മഹത്വം മറച്ചു വയ്ക്കാൻ നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു വെച്ചിരിക്കുന്നു. നമ്മുടെ സാക്ഷാൽ കണ്ണുകളും ഹൃദയത്തിൻ്റെ കണ്ണുകളും നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ തക്കവണ്ണം അവൻ നമ്മുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ്. അത് സാത്താൻ ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ ദൈവമോ, പിതാവായ ദൈവം തൻ്റെ ആഗ്രഹം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും. എന്ന് പറഞ്ഞ ഒരു ശിക്ഷയുണ്ട്. ആദാമിൻ്റെ പാപം തുടങ്ങി നീ തിന്നുന്ന നാളിൽ മരിക്കും. അത് തിന്നു അവന് കഷ്ടപ്പാടുകൾ, അവന് ഒരുപാട് കേഴ്സസ് അവന് നൽകി, അവനെ ഏതാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, സന്നിധിയിൽ നിന്ന് പുറത്താക്കി. നമുക്ക് ഒരു ശിക്ഷാവധി ഉണ്ട്. അതുകൊണ്ട് പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പരമപ്രധാനമായ വിഷയം, സകല മനുഷ്യരും എല്ലാവരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനം വരുവാനും ആഗ്രഹിക്കുക. നാം ആയിരിക്കുന്ന സഭകൾ, ഈ സഭ എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലം കൊണ്ട് ജനസംഖ്യ കൂടി വന്ന വലിയ ഒരു സാമ്രാജ്യമാണത്. എന്നാൽ അവിടെ ദൈവമുണ്ടോ? ദൈവത്തിൻ്റെ പുത്രനുണ്ടോ? കാൽവരി മരണമുണ്ടോ? ആ മരണം കൊണ്ട് മറുവിലയായി തീർന്ന കാര്യങ്ങൾക്ക് ഒന്നും പ്രാധാന്യമില്ലാത്ത സഭകളാണ്. സഭയ്ക്ക് ആരെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ദൈവമാണ് രക്ഷിതാവ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സകല മനുഷ്യർ രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. സഭയുടെ ആഗ്രഹമല്ല. സഭയുടെ ആഗ്രഹം എന്തായിരിക്കണം? ഈ സുവിശേഷം എല്ലാവരോട് പറയുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് മനുഷ്യരുടെ കണ്ണ് കുരുടാക്കി മനുഷ്യനെ ദൈവത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ്. 1 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിലും വായിച്ചു, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ മരിച്ചത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ്. നമുക്ക് കാരണം ദൈവത്തോട് അടുക്കണമെങ്കിൽ നമുക്ക് പാപക്ഷമ ആവശ്യമാണ്.
കഴുകൽ ആവശ്യമാണ്. നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് കടന്നില്ല. അതിനാണ് ഇത് യേശു ക്രിസ്തു വന്നത്. ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ വായിക്കാനായിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. അത് ഇപ്രകാരമാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ പിതാവിനെ സംബന്ധിച്ച ഒരു കാര്യം കൂടി പുത്രൻ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് പിതാവിൻ്റെ ആകർഷണം. ഈ പിതാവിൻ്റെ ആകർഷണം ഇല്ല എങ്കിൽ നമുക്ക് ആർക്കും യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. പലപ്പോഴും പല ജീവിതങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയും. ബൈബിളുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്നവരുണ്ട്, അത് ആത്മാർത്ഥമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ അത് സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവർ പിതാവുമായിട്ടൊരു ബന്ധമില്ലാത്തവരാണ്. പിതാവിൻ്റെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ പ്രൊവിഷൻസ്, ഈ കൃപയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാകാതെ പോവുകയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് പിതാവിൽ നമ്മൾ ആകർഷിക്കുന്നുണ്ട്, പുത്രനിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കാൻ തക്കവണ്ണം, അത് നമ്മുടെ സ്വയാത്തമാക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അങ്ങനെ പിതാവിൻ്റെ ആഗ്രഹം, പിതാവ് നമ്മളെല്ലാം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനം വരുവാനാകും. അവൻ നമ്മളെ ആകർഷിക്കുകയാണ്, പുത്രനിലേക്ക് ആകർഷിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു വിഷയമാണത്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ യോഹന്നാൻ്റെ 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നത് പിതാവ് പുത്രനിലേക്ക് നമ്മളെ ആകർഷിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു പുത്രൻ, ദൈവപുത്രൻ പറയുകയാണ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരെയും എങ്കിലേക്ക്, കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. പിതാവ് പുത്രനിലേക്ക് ആകർഷിക്കുന്നു, പുത്രൻ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ നമുക്ക് ആവശ്യമാണ്. ഈ ആകർഷണം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടു, മരിച്ചു, കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തപ്പെട്ടു എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിന് നമുക്ക് സാക്ഷികളുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അവിടെ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അത് ഇപ്രകാരമാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ചും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളത് എത്രയോ പരമപ്രധാനമാണ്. എന്നിൽ വിശ്വസിക്കാൽ, കർത്താവ് പറയും, എന്നിൽ വിശ്വസിക്കാകയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അതിൻ്റെ 12-ാം വാക്യം, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ
ഞാൻ കേൾക്കുന്നത്, താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, ഈ താൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ് താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ച് തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇത് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് നമ്മൾ ശിശു ആയിരിക്കുമ്പോൾ 8-ാം ദിവസം നമ്മൾ വെള്ളം തെളിച്ച് നമ്മൾ മാമോദീസ മുക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്നാണ്. ഇത് വാസ്തവത്തിൽ അബദ്ധമാണ്. ഇത് ആബ്സല്യൂട്ട്ലി ദിസ് ഈസ് റോങ്. പരിശുദ്ധാത്മാവിന് അങ്ങനെയല്ല മനുഷ്യന് ലഭിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തികളാണ് എങ്കിൽ അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വാസ്തവമാകണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയാതെ പോകരുത്. അവൻ്റെ പ്രവർത്തനത്തെ നാം മനസ്സിലാക്കി നാം അതിലേക്ക് തിരിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 5-ാമതായിട്ട് ഞാൻ ഇവിടെ എൻ്റെ നോട്ട്സിൽ എഴുതിയിരിക്കുന്ന വിഷയം, നമുക്ക് ദൃക്സാക്ഷികളുണ്ട്. 2 സാക്ഷ്യങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ സാക്ഷ്യം. ദൈവം ഉണ്ട് എന്നും അവൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നും നമുക്ക് ഭക്ഷിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 14-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ചില വെളിപ്പാടുകളാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തി വരുവാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മഴ, വിത്ത്, ഫലങ്ങൾ, ഭക്ഷണം എഴുതിയിരിക്കുകയാണ്. തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല, തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം അവന് നമ്മളോടുള്ള ആകർഷണം മാത്രമല്ല, നമ്മളോടുള്ള കരുതൽ മാത്രമല്ല, രക്ഷയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രമല്ല, പുത്രനെ അയച്ചത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ അയച്ചത് മാത്രമല്ല, താൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ജീവനെ നിലനിർത്തുവാൻ തക്കവണ്ണം, നമ്മൾ തൃപ്തരാക്കാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. 2-ാമത്തെ സാക്ഷ്യം നമ്മുടെ അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമാണ്. അപ്പസ്തോലന്മാർ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് നമുക്കറിയാം, ചവറ് കണക്കിന് അപ്പസ്തോലന്മാരാണ്. ചവറ് കണക്കിന് ഓരോ സഭയിൽ തന്നെ അനേക അപ്പസ്തോലന്മാരാണ്. ഇതെല്ലാം അബദ്ധ ഉപദേശങ്ങളാണ്. അത് സത്യ ഉപദേശത്തിലേക്ക് നാം വരേണ്ടത് പരമപ്രദമാണ്. അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം, അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്നു പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അവർ കണ്ടതും കേട്ടതും ആയ ദൈവിക സത്യങ്ങൾ, അവൻ്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ, അവൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, അവർ മേൽ വന്നു, അവർ പരിശുദ്ധാത്മ സ്നാനമേറ്റതിന് ശേഷം അവരിൽ നടന്ന കാര്യങ്ങൾ, അതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതിന് ഒരു വാക്യമാണ് അപ്പോസ്തല 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 2-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലും ഇപ്രകാരമാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. കണ്ട കാര്യങ്ങൾ, ദൃക്സാക്ഷികളെ നമുക്ക്, അവർ കണ്ട കാര്യങ്ങൾ നമുക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ്?
നമ്മൾ ദൈവത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അവൻ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ വളരെ ദയനീയമായ ദാരുണമായ അന്ത്യ ന്യായവിധിയിൽപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ടൊരു വാണിംഗാണിത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് പറയുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് ആ ഉത്തരവാദിത്വം ഇന്ന് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധുക്കളെ നാം ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു ഉദ്യമം മാത്രമാണ്. അത് ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ വശത്തുനിന്ന് വരുന്ന ഒരു തെറ്റായിരിക്കും. കാര്യം സത്യം അറിഞ്ഞിട്ട് അത് മറച്ചു വയ്ക്കുക എന്നുള്ളത്, അത് മറച്ചു വയ്ക്കാതെ അത് കഴിയുന്നിടത്തോളം അത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ, അവൻ്റെ ചെയ്ത അത്ഭുതങ്ങൾ, അവൻ്റെ കാൽവരി മരണം, അടക്കം, പുനരുത്ഥാനം, ഇതിനെല്ലാം സാക്ഷികളാണ്. അവൻ മരിച്ചു എന്നുള്ളത് അവൻ്റെ പാപം കൊണ്ടല്ലല്ലോ. അവൻ പരിശുദ്ധനാണ്, അവനിൽ പാപമില്ല. എന്നാൽ അവൻ പാപങ്ങൾക്ക് പരിഹാരമായി പകരക്കാരനായിട്ട് വേണ്ടി മരിക്കാൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാൻ? നിങ്ങൾ അടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ സഭയിലായിരുന്നു, സഭയിലെ ശുശ്രൂഷകൾ ചെയ്ത് ആ സമ്പ്രദായങ്ങൾ തുടർന്ന് എല്ലാവരും പോകുന്നിടത്തേക്ക് നിങ്ങളും പോകുമോ? അല്ല എങ്കിൽ ഇന്ന് തന്നെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുമോ? ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല, മനുഷ്യന് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. 2 ഉത്തരവാദിത്തങ്ങൾ നാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തുക. തീർച്ചയായിട്ടും നമുക്കറിയാം ദൈവം ദൂരസ്ഥനല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവം അവൻ ദൂരസ്ഥനല്ല. അവൻ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിനും 17-ാം അധ്യായത്തിനും 2 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്വം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. ഇവിടെ 15-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ജെറുസലേമിൽ നടന്ന കൗൺസിലാണത്. കാരണം പെന്തക്കോസ്ത് നാൾ മുതൽ ഈ ജെറുസലേം കൗൺസിലിന് അല്പം മുമ്പ് വരെ നമുക്കറിയാം കൊർന്നേലിയസ് ജാതിയിൽ നിന്ന് ആദ്യമായിട്ട് അവനും അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. അപ്പം ഇങ്ങനെ ജാതികൾ പരിശുദ്ധാത്മാവ് ലഭിച്ച് പരിശുദ്ധാത്മ സ്നാനമുള്ളവരായി അവർ സഭയോട് ചേർന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സഭയിലുണ്ടായി. ഇവരെന്ത് ചെയ്യണം എന്നുള്ളത്, അതാണ് കൗൺസിലിൽ അന്ന് തീരുമാനം. എല്ലാ അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടായിരുന്നു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം യാക്കോബ്, നമ്മുടെ അപ്പോസ്തലൻ, പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, മനുഷ്യരിൽ ശേഷിച്ചവരും. അതിൻ്റെ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എന്തായിരുന്നു അവരുടെ വിഷയം? ജാതികൾ പരിശുദ്ധാത്മാവ് ലഭിച്ച് പത്രോസിനും മറ്റുള്ള 12 മത്താവൂസ് ഉൾപ്പെടെ 12 പേർ ആയിരുന്ന യഹൂദന്മാർക്കും പരിശുദ്ധാത്മാവ് ലഭിച്ച് അവർ അന്യഭാഷകൾ സംസാരിച്ച് അവർ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ വെളിപ്പെടുത്തി അവർ സഭയോട് ചേർന്ന് ആദ്യത്തെ ദിവസം 3000 പേര് ചേർന്നു.
അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കൊർന്നേലിയസ് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നത്. അവനും അവൻ്റെ കുടുംബവും ജാതികളുടെ സഭയിലേക്ക് വരാൻ തുടങ്ങി. അതാണ് വിഷയം. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമയോൻ വിവരിച്ചുവല്ലോ. ശിമയോൻ, പത്രോസ്. ഇതിനോട് പ്രവാചകന്മാരും വാക്യങ്ങൾ ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരെൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ കർത്താവിനെ അന്വേഷിക്കുന്ന ജാതികളും സകല മനുഷ്യരിലും ശേഷിച്ചവരും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും, നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളത്. അതുമാത്രമല്ല, ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വലിയ പരമപ്രധാനമായ വിഷയമാണ് അതിൻ്റെ 26-ഉം 27 ഞാൻ 24 വായിക്കാൻ ആഗ്രഹിക്കും. ലോകം അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇന്ന് പള്ളികളിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഈ വാക്യത്തിന് തെറ്റാണത്. അതിനെതിരായിട്ടുള്ള ഇതാണ്. അതിലുള്ള ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന ആലയങ്ങളിൽ അവൻ വസിക്കുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യൻറ്റ്. ഒന്നും നമ്മളിൽ നിന്ന് ആവശ്യമില്ല. എല്ലാം നമുക്ക് നൽകുന്നവനാണ്. നമ്മൾ വായിച്ചതുപോലെ മഴയും ആഹാരവും നമുക്ക് തൃപ്തിയും നൽകുന്ന ദൈവമാണ്. അത് സഭയല്ലല്ലോ. 26-26 വാക്യം, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കുന്നതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലല്ലോ. അപ്പോൾ 2 ഉത്തരവാദിത്തങ്ങളിലൂടെ പറഞ്ഞ് അവനെ അന്വേഷിക്കണം, നമ്മൾ കണ്ടെത്തണം. അവൻ ദൂരത്തുള്ളവനല്ല. ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവത്തെ അറിയാതെ നിങ്ങൾ പോകരുത്. അറിയണം, വിശ്വസിക്കണം. അവൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അന്വേഷകർക്കുള്ള അനുഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. തന്നെ അന്വേഷിക്കുന്നവർക്ക്, കണ്ടെത്താൻ തക്കവണ്ണം അവൻ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മനസ്സെന്ത്, അവൻ്റെ ആഗ്രഹമെന്ത്, നമുക്കതിന് ഉത്തരവാദിത്തങ്ങൾ എന്ത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിശ്വാസത്താൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതിന് അവന് പ്രതിഫലങ്ങൾ നൽകും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹമാണ്, അത് ലാഭകരമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമുക്ക് 2 ഉത്തരവാദിത്തങ്ങൾ ഇവിടെ ദൈവവചനത്തിലുണ്ട്. ഒന്ന് ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ കണ്ടെത്തണം. ദൈവം കരുണാമയനും കൃപയാലും ആകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാം ദൈവത്തിലേക്ക് തിരിയാൻ തന്നെ മാത്രമാണത്. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. ന്യായവിധിയുടെ ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ മനുഷ്യരുടെ ധാർഷ്ട്യവും ഉദാസീനതയും മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായിട്ട് ജലപ്രളയത്തെക്കുറിച്ച് നമ്മൾ പത്രോസ് 3-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞു. അവിടെ ജലപ്രളയത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അതാണ് ആദ്യത്തെ ഉദാഹരണം.
രണ്ടാമതൊരു കർത്താവിന് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചുകൊണ്ട് വിറ്റും നട്ടും പണിതും പോകുന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. ഈ ജലപ്രളയത്തിൻ്റെ കാലം പോലെ, സോദോമിൽ നടന്ന ന്യായവിധി പോലെയുള്ള ആ ഒരു കാലത്തിലാണ് നാം എന്നുള്ളത്. കാരണം എന്താ? കർത്താവ് വരാൻ പോവുകയാണ്. തൻ്റെ സഭയ്ക്ക് വേണ്ടി വരാൻ പോവുകയാണ്. ഇസ്രായേലിന് വേണ്ടി വരാൻ പോവുകയാണ്. ആ കാലത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ പറഞ്ഞതാണ്. അത് നോഹയുടെ നാളുകളെ പോലെയായിരിക്കും, സോദോമിൻ്റെ നാളുകളെ. നോഹയുടെ കാലം എത്ര പേര് രക്ഷ പ്രാപിച്ചു? നോഹയും ഭാര്യയും 3 മക്കളും ഒരു ഭാര്യയും 8 പേര്. വേദവസം പറയുന്ന നമ്പറാണത്. ലോത്തിൻ്റെ കുടുംബത്തിൽ ലോത്തിൻ്റെ ഭാര്യ 2 പെൺമക്കൾ. എന്നാൽ നമുക്കറിയാം ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു. അവൾ തിരിഞ്ഞു നോക്കി അവൾ ഉപ്പ് തൂണായി തീർന്നു. അപ്പോൾ 3 പേര്, 4ൽ 3 ആണ് രക്ഷ പ്രാപിച്ചത്. അതുപോലെ തന്നെ പെന്തക്കോസ് ദിനത്തിൽ, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരെ നിറയ്ക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അവർ പ്രസംഗിച്ചു, അവർ സാക്ഷ്യം പറഞ്ഞു. ഇവനാണ്, ഈ നസ്രായനായ യേശുവാണ് അവനെ മരിച്ച് അവനെ ദൈവം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് ഞങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞു. അന്ന് അത് വിശ്വസിച്ചവർ 3000 പേരായിരുന്നു. 3000. നമ്മുടെ സഭാചരിത്രം നോക്കിയാൽ 1517 ഒക്ടോബർ 31-ാം തീയതി, അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ ഒക്ടോബർ 31-ാം തീയതി വരികയാണ്. അന്നത്തെ റോമൻ കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തിക്കാണ്, മാർട്ടിൻ ലൂതറിനാണ് ദൈവവചനത്തിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കാനിടയായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 95 ചോദ്യങ്ങൾ അദ്ദേഹം എഴുതി പള്ളിയുടെ വാതിൽക്കൽ ഒട്ടിച്ചു. അതിന് ഉത്തരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവനൊരിക്കലും പോപ്പിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല. ദൈവവചനം വായിച്ചു. ദൈവത്തോട് ചെയ്യുന്ന പാപം മനുഷ്യന് എങ്ങനെ അത് ക്ഷമിക്കാൻ പറ്റും? പോപ്പിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തോട് ചെയ്ത പാപത്തിന് എങ്ങനെയാണ് അത് പൊറുതി ലഭിക്കുന്നത്? എങ്ങനെ ക്ഷമ ലഭിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. വത്തിക്കാനിൽ, അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ആ സ്ഥലത്ത് പള്ളി പണിയണമെങ്കിൽ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് അത് പണിത്, നമുക്കറിയാം. അതിന് കാശ് വേണമെങ്കിൽ എന്തുകൊണ്ട് ജർമ്മൻ കൃഷിക്കാരുടെ പൈസ വേണം? എത്രയോ ധനാഢ്യനാണ് പോപ്പ്, അദ്ദേഹത്തിൻ്റെ കാശ് എന്തുകൊണ്ട് എടുത്ത് ചെയ്യുന്നില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങൾ, ചില വളരെ സാമ്പത്തികമായ വിഷയങ്ങളെല്ലാമാണ് മാർട്ടിൻ ലൂതറിനെ ഈ സത്യത്തിലേക്ക് നടത്തിയത്. എന്നാൽ അതിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു ആ വെളിപ്പാട് ലഭിച്ചത്. എന്നാൽ ദൈവകൃപയാൽ അന്നത്തെ കൈസറിന്, അന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരിയായ കൈസറിന് അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ മനസ്സിലായി. അദ്ദേഹത്തിന് രക്ഷകനായി തീരുക ഉണ്ടായത്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്ര വലിയ റോമൻ കത്തോലിക്ക സഭയിൽ അന്ന് ഒരു വ്യക്തിക്കാണ്, അദ്ദേഹം ഒരു ഡൊമിനേഷൻ പുരോഹിതനായിരുന്നു, അദ്ദേഹത്തിന് മാത്രമാണ് ഈ ദൈവിക സത്യം. അത് എങ്ങനെയുണ്ടായി? ബൈബിൾ വായിച്ചതിന് ശേഷം. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം വായിക്കണം. നിങ്ങളായിരിക്കാം ചിലപ്പോൾ അടുത്ത മാർട്ടിൻ ലൂതർ. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാർട്ടിൻ ലൂതറിൻ്റെ ചെറിയൊരു രൂപമാണ്. എങ്ങനെയാണ്? കാരണം ഞാൻ ദൈവവചനം വായിക്കാനിടയായി, അത് വിശ്വസിക്കാനിടയായി, അത് പഠിച്ച് അത് പഠിപ്പിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ പ്രാപ്തിപ്പെടുത്തി. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്രകാരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ റോമൻ കത്തോലിക്കർക്ക് ചോദ്യവുമില്ല, ഉത്തരവും വേണ്ട. ജീവിതകാലം മുഴുവനും യാഗം കഴിക്കുന്നു. യാഗം കൊണ്ട് പാപമോചനമോ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മോചനമോ ലഭിക്കുന്നില്ല. യാഗം കഴിക്കുന്നവനും യാഗത്തിൽ പങ്കാളികളും യാഗവസ്തുക്കൾ ഭക്ഷിക്കുന്നവരും പാപികളായിത്തീരുന്നു. അത് നിത്യനാശത്തിലേക്ക് അത് വഴി നടത്തും. ഏറ്റവും ശോചനീയമായ മനുഷ്യജീവിതമാണ്, ഏറ്റവും ശോചനീയമാണ്. ഞാൻ പറയുന്നത് ദൈവവചന വെളിച്ചത്തിലാണ്. ഇത്ര വലിയൊരു കൃപയാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യം,
അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം, ദൈവവചനത്തിൻ്റെ സാക്ഷ്യം ഒക്കെ നിലനിൽക്കെ നാം ഇതൊന്നും ഗണ്യമാകാതെ പോയാൽ നമ്മളെങ്ങനെ തെറ്റിയൊഴിയും? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. യേശു ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്തു യേശുവിൽ ഉള്ളവരാകണം. പിതാവിൻ്റെ ആകർഷണത്തിലേക്ക് നമ്മൾ കടക്കണം. പുത്രൻ നമ്മളെ ആകർഷിക്കുമ്പോൾ അത് നമ്മൾ വിശ്വാസമായി സ്വീകരിക്കണം. പരിശുദ്ധാത്മ നമുക്ക് പാപബോധം വരുത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവൻ നമ്മളിൽ നമ്മൾ വാസം ചെയ്ത് നമ്മളെ നടത്തുമ്പോഴാണ് ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിനുള്ളവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹാദയയ്ക്ക്, കരുണയ്ക്കായിട്ട്, വാത്സല്യത്തിനായിട്ട്, നടത്തിപ്പിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. പുത്രനെ അയച്ച സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പാപികളായ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ യേശുക്രിസ്തു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു. ദൈവത്തിൻ്റെ സാക്ഷ്യം, അപ്പസ്തലന്മാരുടെ സാക്ഷ്യം, ദൈവത്തിൻ്റെ സാക്ഷ്യം നിലനിൽക്കെ അത് വിശ്വസിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ പരിശുദ്ധ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.